രാജ്യത്തിന്റെ അതിര് കാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സൈനികനാകണം. അതിന് നിരവധി കടമ്പകളാണ് കടക്കേണ്ടത്. ഇപ്പോൾ അഗ്നിവീർ പദ്ധതിയാണ് രാജ്യത്തുള്ളത്. നിറയെ യുവാക്കൾക്കും യുവതികൾക്കും സൈന്യത്തിൽ ചേരാൻ അവസരം ലഭിക്കുന്ന കാലം. പക്ഷേ കടമ്പകൾ കടക്കുന്നതിന് പരിശീലനം അത്യാവശ്യമാണ്. അതും ചിട്ടയായ പരിശീലനം. സൈനികർ മാത്രമായിരിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രപതി പ്രൈം മിനിസ്റ്റർ പോലുള്ള ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമായിരിക്കും നാഷണൽ ഫ്ലാഗ് സ്ട്രൈറ്റ് ആയിരിക്കും. മറ്റുള്ളവർക്ക് ഇടുന്നതെങ്കിലും അത് ക്രോസായിട്ട് മാത്രമേ അത്ര പ്രത്യേകത. അപ്പൊ ഇത്രയും നല്ലൊരു ജോലി മറ്റെന്തുണ്ടെന്ന് ചോദിച്ചാൽ ഈ വെൽഫെയറെല്ലാം സൈനികർ എന്തിനു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തോടുള്ള കടപ്പാട് വിളിച്ചറിയിക്കുന്നു. നീ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. നിന്റെ യൗവനവും അല്ലെങ്കിൽ നിന്റെ യുവത്വവും എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ഒഴുക്കി വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം സർക്കാരിന്റെയാണ്. നീ അതിനുവേണ്ടി ഒരു നിമിഷം പോലും ദുഃഖിക്കരുത് എന്ന് സർക്കാർ തീരുമാനമാണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. രാജ്യം രൂപപ്പെട്ട സമയത്ത് ഈ സിസ്റ്റത്തിലാണ് നടന്നുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈനികർ എന്ന സ്വപ്നത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ ഈ ജോബുകൾ സാധിക്കും. ആസ്ട്രേലിയ അതുപോലെയുള്ള കംബോഡിയ പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും സൈനികർ നിലനിൽക്കുന്നു. ഇന്ത്യൻ സൈന്യം അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ സർവീസ് ചെയ്യാനുള്ള അവസരം. പെൻഷൻ വന്ന് നാട്ടിൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങളുടെ പരിസരത്തുള്ള സൈനികരെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നല്ലൊരു ശമ്പളത്തോടു കൂടി ഒരു സെക്കൻഡ് ജോബ് ചെയ്യാനുള്ള അവസരം സർക്കാരോ അർദ്ധ സർക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള നല്ല നല്ല പ്രസ്ഥാനങ്ങളിൽ സർവീസ് ചെയ്യാനുള്ള അവസരം. ഇതെല്ലാം ഒരു സൈനികന് മാത്രമാണ് സാധ്യത ഉള്ളത്. അതുകൊണ്ട് ഈ ജോബിലേക്ക് എത്തപ്പെടുവാൻ അല്ലെങ്കിൽ എത്തപ്പെടുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ജീവിതത്തിൽ ഒരു സെക്യൂർ ഉണ്ടാവും, ഒരു സുരക്ഷിതത്വം ഉണ്ടാവും എന്നത് സംശയമില്ല. ഇന്ന് നേടിയെടുത്ത ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ആ ഫിസിക്കലി അതുപോലെ നോളജ് ഒക്കെ വെച്ചുകൊണ്ട് അപ്പോ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് മീനാക്ഷിക്ക് ഒരു പുതിയൊരു മോഹം വരികയാണ്, എനിക്ക് പൈലറ്റ് ആണോ എന്ന് വിചാരിച്ചാൽ പോലും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ് കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് തന്നെ പൈലറ്റായിട്ട് പോകാൻ പറ്റും. എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ എത്തണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു അത്രത്തോളം ഉയരത്തിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ആർമിയിലും നേവിയിലും എയർഫോഴ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി അതിന് തയ്യാറാക്കുന്നതാണ്. ഓക്കെ, ആ ഒരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ് ഇന്ന് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ കൂടി സാധിച്ചത് സന്തോഷം. മേജർ രവിയുടെ നേതൃത്വത്തിലുള്ള അക്കാദമി ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനമാണ് നൽകുന്നത്. തട്ടിപ്പും വെട്ടിപ്പുമില്ലാതെ കൃത്യമായി പരിശീലനം നൽകി ഉദ്യോഗാർത്ഥികളെ സൈനികനാകാൻ പ്രാപ്തനാക്കുകയാണ് അക്കാദമിയുടെ ലക്ഷ്യം. എന്റെ മനസ്സിൽ നേവി ആഗ്രഹമുണ്ടായി. അങ്ങനെ എന്റെ അച്ഛൻ അറിയാവുന്നതായിരിക്കും ഫേസ്ബുക്കിൽ ഇങ്ങനെ മേജറിന്റെ അക്കാദമിയുടെ പോസ്റ്റർ വരും. അപ്പോൾ അച്ഛൻ അയച്ചല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് പോകാം എന്നൊരു വന്നു. ഞാൻ ജസ്റ്റ് കയറിയതാ. അച്ഛനെ കിട്ടി. ആ സമയത്ത് കോൾ വന്നു ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ ജസ്റ്റ് അഡ്മിഷൻ എടുത്തു. ഞാൻ 6 മാസം ചെയ്തിട്ടുണ്ടായിരുന്നത്. സുനിൽസാറാണ് എന്നെ ട്രെയിൻ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് നേവിയുടെ അഗ്നിയുടെ പോസ്റ്റ് ആപ്ലിക്കേഷൻ വന്നത്. ജസ്റ്റ് കൊടുത്തിട്ടു. ഫിസിക്കലി വിളിച്ചു. ആ സമയത്ത് ഞാൻ എനിക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ അത്രയും ഇമ്പ്രൂവ്ഡ് അല്ല. 1 മാസം കൊണ്ട് ഞാനങ്ങനെ എനിക്ക് ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ആ 1 മാസം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സാറിനെ എടുക്കുന്നത്. അത് മേജർ അക്കാദമിയിൽ എടുക്കുന്ന മാസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. കിട്ടാത്തൊന്നുമില്ല. നമ്മൾ ട്രൈ ചെയ്തെല്ലാം. മക്കൾ അവരാണ് നമ്മളുടെ എല്ലാം. ആ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ലൊരു ജോലിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ കടമ അല്ലെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വം തീർത്ത് പിന്നീടുള്ള കാര്യങ്ങളും ആ കുട്ടികൾ നമ്മൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് ഉറപ്പാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ ഏത് പുതിയ പുതിയ മാർഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ ചാൻസുകൾ നമ്മൾ ലഭിക്കുമോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചേർന്നത്.
അക്കാദമിയെ കുറിച്ച് അത് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ലഭിക്കുന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി അല്ലെങ്കിൽ ഒരു ജോലി സാധ്യതകളെ കുറിച്ചും ജോലിയുടെ അവസ്ഥകളെ ഇന്ത്യൻ സേനാവിഭാഗങ്ങളെ കുറിച്ചും ആ വിഭാഗങ്ങളിലേക്കുള്ള ജോലി സാധ്യതകളെ കുറിച്ചും എല്ലാം നമ്മൾ വളരെ വിശദമായി കേട്ടു മനസ്സിലാക്കി ഏതൊക്കെ രീതിയിലുള്ള അപേക്ഷകളായിരിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മളോട് വർക്കലയിൽ മേജർ രവി അക്കാദമി സംഘടിപ്പിച്ച സെമിനാർ ഉദ്യോഗാർത്ഥികൾക്കുള്ള കോളിംഗ് ലെറ്റർ ആയിരുന്നു. നിരവധി ഉദ്യോഗാർത്ഥികളാണ് സെമിനാറിൽ പങ്കെടുത്തത്. ഇതിനകം സൈന്യത്തിലേക്ക് സെലക്ഷൻ കിട്ടിയവർക്ക് സെമിനാർ വേദിയിൽ അനുമോദനവും അക്കാദമി ഒരുക്കിയിരുന്നു. വിസ്മയ ന്യൂസ്, വർക്കല.